എന്താണ് ഏട്ടാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? ഇന്ന് സന്തോഷം പറഞ്ഞാലേ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് ഒരു വിളി വന്നു, ഒരു വാട്സപ്പിൽ മെസ്സേജ് വന്നു. 100 മുട്ട വാങ്ങിക്കുന്ന ഇൻക്യുബേറ്റർ കൊണ്ടുപോയിട്ട് ഒരു മുട്ടയെ പോയുള്ളൂ, ബാക്കി എല്ലാം പിരിഞ്ഞു പോന്നു. പക്ഷെ ആ ഇൻക്യുബേറ്റർ വാങ്ങിയപ്പോൾ അവർ വീട്ടിൽ അവരുടെ വീട്ടിലെ അയാൾക്ക് ചീത്തയൊക്കെ പറഞ്ഞു, എന്തിനാ തെർമോക്കോളിൻ്റെ ബോക്സ് വാങ്ങിയിട്ട് വന്നു ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ അത് വിരിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. ആ വോയിസ് അയച്ചു, സന്തോഷം നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട് വീട്ടുകാരും അവരും. അത് ഓണാക്കി നോക്കാം. ഹലോ, ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വിളിക്കണത്. ഞാൻ ഇൻക്യുബേറ്റർ ഓർഡർ ചെയ്തിട്ട് കാർഗോ വഴി എനിക്ക് വിട്ടെന്നീന്നു. അപ്പം എന്താ വെച്ചാൽ ഞാൻ അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്നു. ഒരു 10, 28, 29 മുട്ട വെക്കാൻ പറ്റുള്ളായിരുന്നു. അത് വെച്ചിട്ട് എനിക്ക് ആ കിട്ടിയ കുട്ടികൾ ഒരു 20, 22 കുട്ടികളെ കിട്ടിയത്, ബാക്കി മുട്ട കിട്ടിയിരുന്നു. അതിന് കോഴിൻ്റെ പ്രശ്നമാണോ എന്താ അറിയില്ല. ഇപ്പം ഞാൻ പാലക്കാട് നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഞാനത് കണ്ടിട്ട് ആ ഏട്ടനെ വിളിച്ചിട്ട് മറ്റേ ആ സാധനം ഇങ്ങോട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതിൽ 100 മുട്ട വെക്കേണ്ട സംഗതിയാണ് ഞാൻ വാങ്ങിയത്. അതിൽ 100 മുട്ട എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ തപ്പി ലാസ്റ്റ് 80 മുട്ട എനിക്ക് കിട്ടി. 80 മുട്ട വെച്ചിട്ട് 78 മുട്ടയും എനിക്ക് വിരിഞ്ഞേക്കണേ. 79 മുട്ട വിരിഞ്ഞത് ആ കുട്ടി ചത്തക്കണേ. അതിൽ ആ ഒരു മുട്ടയാണ് കെട്ടത്. അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്, ഞാൻ നുണറല്ല, കറക്റ്റായിട്ട് പറയാണ്. കാരണം ഞാൻ ഇത് വെച്ചപ്പോഴും ഞാൻ കണക്കൂട്ടിയെന്ന് വെച്ചാൽ ഒരു 10-30 മുട്ടയിലും ഇത് വിരിയില്ലാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് നല്ല സംഗതി ഉസാറായിങ്ങാണ്ട് സെറ്റായിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. പോ ഉസാറായിക്കണ്ടോ സംഗതി? ഇതേപോലെ അവരുടെ വീട്ടുകാർ ഒരു ചെറിയ നമ്മുടെ ഇൻക്യുബേറ്ററെ കുറിച്ച് ഒരു വിഷമം പറഞ്ഞു. ആ ഒരു വോയിസ് അയച്ചു കൊടുക്കും. വിശ്വാസം ഉണ്ടായില്ല. ഇപ്പത്തെ അവസ്ഥയില് പൊതുവെ എല്ലാരും എന്താ കാട്ടുന്നത്, എല്ലാരും പറ്റിച്ചലാണ്. ഞാനിപ്പോ എന്താ വെച്ചാൽ ഈ സാധനം പെരുകി കൊണ്ടെന്ന് വെച്ചപ്പോ എന്റെ പെരക്കാര് പറയാൻ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തെർമോക്കോളും കൊണ്ട് എങ്ങനെ മുട്ട വിരിയുക. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ആ മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീനിൽ വിരിച്ച ഇവര് കണ്ടാണ്. ആ മെഷീൻ പറഞ്ഞാല് നല്ല സെറ്റപ്പ് മെഷീനായിരുന്നു. അതങ്ങോട്ട് ഈ തെർമോക്കോള് പെട്ടിയും കൊണ്ട് എങ്ങനെ മുട്ട വിരിയിച്ച് പറഞ്ഞാൽ എന്റെ പെരക്കാര് വരാനൊരു ചൂടായിരുന്നു. ആ കറണ്ട് ബില്ല് വെറുതെ എന്തിനാ ഒഴിവാക്കണെന്ന് പറഞ്ഞാണ്ട്. അപ്പൊ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാല്ലേ, ഇനിയിപ്പോ ഞാൻ കൊണ്ടുവന്ന സാധനല്ലേ, വിരിയോ ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞാണ്. ഇപ്പൊ പെരക്കാർക്ക് വരെ ഒരു അത്ഭുതം. കാരണം ഈ തെർമോക്കോളിന്റെ പെട്ടിന്റെ ഉള്ളില് ഇങ്ങനെ കോഴിക്കുട്ടികൾ വിരിയുന്ന് ഓലും കരുതിയില്ല. ഓലെന്നെ പറയാ, എങ്ങനെ ഇപ്പൊ ഈ തെർമോക്കോളിന്റെ പെട്ടിക്ക് ഇങ്ങനെ ഉസാറായി വിരിയണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ലേ, സത്യസന്ധമായ ഒരു അഭിപ്രായമാണ്. നിലമ്പൂരിൽ കിട്ടിയ വാട്ടാണ്, നമുക്ക് നിലമ്പൂരിൽ കിട്ടിയ റിസൾട്ടാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ടയ്ക്കും കൂടി ഒരു പ്രധാനമുണ്ട് കേട്ടോ. അയച്ചു വിട്ട് വന്ന കോഴിയാണെങ്കിൽ നല്ലതുപോലെ റിസൾട്ട് കിട്ടും. അതായത് പുല്ല്, പ്രാണി, പുഴുക്കളൊക്കെ തിന്ന് ഓടി നടക്കുന്ന കോഴികളൊക്കെ ആകുമ്പോൾ ഹെൽത്തിയാണ്. അതിൻ്റെ മുട്ടയ്ക്ക് ഹെൽത്തി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഉള്ളിൽ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റയാണ്. അവർക്ക് ഇതിൻ്റെ ഇത്ര % കിട്ടിയപ്പോൾ 50% കിട്ടുള്ളൂ. അതൊക്കെ ഫുഡിൻ്റെയും കൂടിയാണ്. കോഴികൾ പരമാവധി അഴിച്ചിട്ട് വളർത്തുക, അതിന് വേണ്ട വിറ്റാമിൻ സപ്ലിമെൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയുള്ള മുട്ട വയ്ക്കുക, നല്ലപോലെ വിരിഞ്ഞ് കിട്ടും. ഒന്നാമത്തെ കാരണം അതാട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ.